അമ്മയുടെ കൈ മുറുകെ പിടിച്ചാൽ അമ്മ നമ്മളെ പൊതിഞ്ഞു പിടിച്ച് മുമ്പോട്ട് നയിച്ചോളും. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദൈവസ്നേഹത്തോടെ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ആരാധനയുടെ ഈ നേരനുഭവത്തിലേക്ക് എന്നെ അവിചാരിതമായി ക്ഷണിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ മനഃപൂർവ്വം ഈ നിമിഷങ്ങളിലേക്ക് സ്വകാര്യ സ്നേഹത്തോടെ ക്ഷണിച്ചതാണെന്ന് ഞാൻ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നോടും എന്റെ കുടുംബത്തോടും എന്റെ ജീവിതത്തോടും കാണിക്കുന്ന സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിലെ പുതിയ തൈലത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്തെ അഭിഷേകം ചെയ്യണമേ. പുതിയ പ്രത്യാശയെ അഭിഷേകം ചെയ്യണമേ. പുതിയ ആരോഗ്യത്തെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. എല്ലാ മേഖലകളിലും ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യകാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യകാരുണ്യമേ. നമ്മൾ ആരാധനയുടെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പോഴ് വളരെ സ്വകാര്യവും വ്യക്തിപരമായ ചില ജീവിത വിഷയങ്ങളുമായിട്ടാണ്. ക്ലിയറാണ്. പക്ഷേ ഈശോ ഇപ്പോൾ കാണിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ എംബ്ലമാണ്. ഈ മെസ്സേജിൽ ഇപ്പോൾ കണ്ടത് ദാറ്റ് ഈസ് മോർ പേഴ്സണൽ. അതൊരു ഇൻ്റർനാഷണൽ വിഷയമല്ല, അതൊരു മോർ പേഴ്സണൽ വിഷയമാണ്. ഐക്യരാഷ്ട്രസഭ സത്യത്തിന് വേണ്ടി ശക്തിപ്പെടുന്നില്ലെങ്കിൽ ലോക യുദ്ധ താല്പര്യമുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അത് വ്യക്തിപരമായി നമ്മളെല്ലാവരെയും ബാധിക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, രാജ്യങ്ങളെ ഐക്യപ്പെടുത്തുകയും സമാധാനത്തെ പുലരാൻ ഇടയാക്കുകയും ചെയ്യണമേ. ഐക്യരാഷ്ട്രസഭയെ നീ ആശീർവദിക്കുകയും തീരുമാനങ്ങളെ ആശീർവദിക്കുകയും സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും ധാരണയുടെയും ആഗോള സുരക്ഷിതത്വത്തിന്റെയും പാതയിലേക്ക് രാജ്യങ്ങളെ നയിക്കണമേ. രാജാതിരാജ രാജ്യങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കണമേ. ഭൂമിയും അതിലെ രാജാക്കന്മാരെ കൽക്കീഴിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ആശീർവദിക്കണമേ, സ്വസ്ഥതപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ലോകരാജ്യങ്ങളെ പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും നിന്റെ ദൈവരാജ്യം പുലരാൻ തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പാടി സന്തോഷത്തോടെ. സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നേ
കാരുണ്യ സാഗരമേ കാത്തുകൊള്ളിടണമേ നീ. ഒരു നിമിഷം വീണ്ടും കൈകൾ നെഞ്ചത്ത് വെച്ച് കണ്ണടച്ച് ഈ എവിടെയാണ് നീ നിൽക്കുന്നത്, അഥവാ നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നത്, നീ നിർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടുമ്പോൾ നിങ്ങളത് പ്രാർത്ഥിക്കുന്ന ഒരു ഫീല് വേണം. ഇപ്പം സ്വർഗീയ രാജനീശ് കാരുണ്യസാഗരമേ കാത്തുകൊള്ളിടണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്നോട്, നിൻ്റെ കുടുംബത്തോടും, നീ ഇന്ന് അനുഭവിക്കുന്ന നിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ ജീവിതത്തോടും നീ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു ബോധത്തിൽ സ്വകാര്യ പ്രാർത്ഥനയാക്കിയ പാട്ടിനെ മാറ്റിക്കൊണ്ട് പാട്ടിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധിക്കട്ടെ. അഭിഷേകത്തോടുകൂടി പാടി പ്രാർത്ഥിച്ച് വിശ്വാസാർപ്പിച്ച് സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിതാ കാരുണ്യസാഗരമേ കാത്തുകൊള്ളിടണമേ നീ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക ബാധ്യതകളും കടങ്ങൾ പരിഹരിക്കാൻ മാർഗമില്ലാത്തവരും ഇനി മുന്നോട്ട് ചലിക്കുവാൻ ആവശ്യമായ സമ്പത്തില്ലാത്തവരും ഈ കാലവർഷത്തിലെ വീട് നഷ്ടപ്പെട്ടവര് ഉരുൾപൊട്ടലിലൂടെ സമുദ്രപ്പാച്ചിലൂടെ പാർപ്പിടം നഷ്ടപ്പെട്ടവര് അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്താല് വാസയോഗ്യമല്ലാത്ത ഭവനങ്ങളിൽ നിന്ന് വീട് വിട്ട് അനാഥരെ പോലെ അന്യാധീനപ്പെട്ട് അഭയം പ്രാപിച്ചവരുടെ മേൽ കർത്താവേ കരുണ ചൊരിയണമേ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുവാൻ അവരോട് കരുണ കാണിക്കണമേ. ശ്രദ്ധിക്കട്ടെ. സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിതാ കാരുണ്യസാഗരമേ കാത്തുകൊള്ളിടണമേ നീ. കാരുണ്യസാഗരമേ കാത്തുകൊള്ളിടണമേ നീ. ഇത് ഉടമ്പടി ധ്യാനമാണ്. കണ്ണീരിൻ്റെ കാലത്ത് ഒത്തിരിയേറെ മക്കള് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. തങ്ങളുടെ തകർച്ചയിലെ തളർച്ചയിലെ ഒക്കെ താങ്ങണമേ എന്ന് കർത്താവിനോട് കണ്ണീരോടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അച്ഛനോട് ചേർന്ന് ഇപ്പോഴ്
അമ്മയുടെ മധ്യസ്ഥത്തിലെ ആരാധ്യനായ ഈശോയോട് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ ഉടമ്പടി ചെയ്യുന്ന വിഷയങ്ങൾ, ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, ഇനിയും അങ്ങയുടെ കാരുണ്യം ലഭിക്കേണ്ട മേഖലകൾ, രോഗസൗഖ്യത്തിന്റെ മേഖലകൾ, പഠന മുന്നേറ്റത്തിന്റെ മേഖലകൾ, ഒരു സ്ഥിരതയുടെ മേഖലകൾ, പാർപ്പിട സജ്ജീകരണങ്ങളുടെ മേഖലകൾ, പരീക്ഷാ വിജയത്തിന്റെ മേഖലകള്, വ്യവഹാരങ്ങള്, അതിന്റെ വിജയങ്ങള്, നീതി നടത്തിപ്പ്, ജീവനോപാധികള്, ജീവിത മാർഗങ്ങള്, വ്യവസായ മാർഗങ്ങള്, വ്യാപാര മാർഗങ്ങള്, യാത്രകള്, എല്ലാത്തിന്റെ മേലും ഈശോ ആരാധ്യനെ അങ്ങയുടെ തിരുമുറിവാർന്ന വലതുകരത്താൽ ആശീർവദിക്കണം. ജീവിത മേഖലകളെ സമർപ്പിക്കുന്നു. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ തകർച്ചകളെ, വിവാഹം ഒത്തുവരാത്തവര്, കുഞ്ഞുങ്ങളില്ലാത്തവര്, വിവാഹ വ്യവഹാരങ്ങൾ കഴിയുന്നവര്, കുടുംബ തകർച്ചയിലേക്ക് പോകാൻ പോകുന്നവർ, കുഞ്ഞുങ്ങൾ അനാഥമാകുന്നവർ, ആ കുടുംബങ്ങളോടെല്ലാം, ആ വിവാഹ്യ ബന്ധങ്ങളോടെല്ലാം ആ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, ആ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. സ്വരത്തിൽ പാടുക. കാരുണ്യസാഗരമേ, പരീക്ഷ എഴുതിയവര്, എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് മോശമാണെന്ന് സ്വന്തമായിട്ട് അറിയാവുന്നവര്, കണ്ണീരോടെ തന്നെ പരാജയത്തിൻ്റെ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ എഴുതാൻ പോകുന്നവർ, അതിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, റിസൾട്ട് വന്നിട്ട് റീവാലുവേഷൻ വിട്ടിരിക്കുന്നവർ, പ്രൊഫഷണൽ പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് പരീക്ഷകൾ, അക്കാഡമിക് പരീക്ഷകളെല്ലാം ജീവിത മുന്നേറ്റത്തിന് വേണ്ടിയും ജീവിതം ഗതിമുട്ടി നിൽക്കുന്ന അവസ്ഥകൾ, മരവിച്ചു പോയ പോലെ അവസ്ഥകൾ, ഇനി പഠിക്കാൻ പണമില്ലാത്തവർ, ഇനി പരീക്ഷയ്ക്ക് പണമില്ലാത്തവർ, എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ. ശ്രദ്ധിക്കട്ടെ. കാരുണ്യസാഗരമേ, കാരുണ്യസാഗരമേ, സ്വർഗീയ രാജനീശോ, സ്വർഗീയ രാജനീശോ, ഒരുമിച്ച് പാടുക, സ്വരത്തിൽ പാടുക. നിൻ മുൻപിൽ വന്നിതാ ഞാൻ, കാരുണ്യസാഗരമേ, കാത്തുകൊള്ളിടമേ നീ. അടിക്കടിക്കുള്ള പരാജയം കാരണം വിശ്വാസ തകർച്ച വന്നവര്, പ്രാർത്ഥന മരവിപ്പ് വന്നവര്, പ്രത്യാശ അറ്റുപോയവര്, ഉറ്റവർ മരിച്ചതുകൊണ്ട്, ഉടയവർ കൈവിട്ടു പോയതുകൊണ്ട്, ഉടയവർ ജീവിതത്തിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നവർ, വ്യക്തികളുടെ സപ്പോർട്ട് നഷ്ടപ്പെട്ടിട്ട് പാഠം പഠിപ്പിക്കുമെന്ന് ശാസിച്ചുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുന്നവരെ, മാനസിക പീഡനം അനുഭവിക്കുന്നവരുടെ മേൽ കാരുണ്യമുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ.
യേശുവേ ആരാധന. ഹല്ലേലൂയ. കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാനുഷികമായ അരൂപികാലാൽ ഭയങ്കരമായ വാശികളും വൈരാഗ്യങ്ങളും മത്സരങ്ങളും ഒക്കെ ഉരുണ്ടുകൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. ആധ്യാത്മിക തേജസ് തുളുമ്പി പരിശുദ്ധാത്മാവിൻ്റെ കൃപയായി മാറേണ്ടവരെ, പലതരത്തിലുള്ള വ്യാമോഹങ്ങളിലെ അഭിഷേകം നഷ്ടപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കുന്നവരെ, ഈ മേഖലകളിലെല്ലാം കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങി വസിച്ച് സഭയെ നവീകരിച്ച് വിശ്വാസികളെ ശക്തിപ്പെടുത്ത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അഭിഷേകത്തിലെ ലോകം പ്രകാശം കാണാൻ വേണ്ടി സ്തുതിക്കട്ടെ. സാഗരമേ കാരുണ്യ സാഗരമേ ഒരു നിമിഷം നിന്റെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഓൺലൈനിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെപ്പോൾ ആരാധന കൂടിയാലും ആ സമയത്ത് കൈ നെഞ്ചത്ത് വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ടതാണ്. കാര്യം നീ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഉടമ്പടിയിൽ നീ വച്ചിരിക്കുന്ന സഹനങ്ങൾ, സങ്കടങ്ങൾ സന്തോഷത്തിൻ്റെ സാക്ഷ്യമായി മാറാൻ വേണ്ടി നീ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കാരുണ്യ സാഗരമേ, കാരുണ്യ സാഗരമേ ഭൂമിയുടെ അതിർത്തികൾ എന്ന് ഞാൻ വിളിച്ചപേക്ഷിച്ചു. 61-ാമത്തെ സങ്കീർത്തനമാണ് 2-ാമത്തെ വാക്യം. ഭൂമിയുടെ അതിർത്തികൾ എന്ന് ഞാൻ നിലവിളിച്ചപേക്ഷിച്ചു എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ അതിർത്തി നിൽക്കുകയാണ് നമ്മൾ. ചില ആൾക്കാർ പറഞ്ഞില്ല, അച്ഛാ ഇനി കൈ നീട്ടാൻ ഒരാളില്ല, ഇനി കഴിക്കാനും ഒരു മരുന്നില്ല, ഇനി പോകാൻ ഒരു ആശുപത്രിയില്ല. ഇതാണ് ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ എല്ലാം അവസാനത്തെ ലാസ്റ്റ് ഓപ്ഷൻ പറയില്ലേ, ചെറിയ പറയത്തില്ലേ, അച്ഛാ എനിക്കിനി വയസ്സ് തീർന്ന, ഇനി എനിക്ക് PSC എഴുതാൻ പറ്റത്തില്ല, എൻ്റെ ലാസ്റ്റ്. അതാണ് ഭൂമിയുടെ അതിർത്തി. ഇനി പരീക്ഷ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ വയസ്സ് കഴിഞ്ഞു എന്ന് പറയും. അതാണ് അതിർത്തി എന്ന് പറയുന്നത്, ഭൂമിയുടെ അതിർത്തി. ഇങ്ങനെ എല്ലാ സാധ്യതകൾ, അവസാനത്തെ സാധ്യതകൾ എന്തിനായാലും, ചില പറയും ഒരു ഇഞ്ചക്ഷനുണ്ട്, അതിന് നല്ല വിലയാണ്, അത് വാങ്ങിച്ച് അത് ഏറ്റാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലെങ്കിൽ പിന്നെ ഇനി വേറെ ഒന്നും ഭൂമിയുടെ മുകളിൽ മരുന്ന്. അതാണ് ഭൂമിയുടെ അതിർത്തി, ലാസ്റ്റ് ഓപ്ഷൻ. ചിലപ്പോൾ ഒരു വ്യക്തിയെ കണ്ട ആ ഒരു വ്യക്തിയായിരിക്കും, അയാൾ യേശു പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അതാണ് ലാസ്റ്റ് ഓപ്ഷൻ. ചിലപ്പോൾ ഭാഗോടമ്പടി തന്നെ എല്ലാവരും സന്ധിച്ച് സമാധാനപ്പെടുത്തി നിൽക്കുമ്പോൾ ഒരാൾ വട്ടം ചവിട്ടും. അതാണ് ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം മുഴുവൻ തീരുമാനിക്കേണ്ടത് ആ തിന്മയുടെ ഒരു ശക്തിയായിരിക്കും. അപ്പം അങ്ങനെ ലാസ്റ്റ് ഓപ്ഷൻ, അവസാനത്തെ വ്യക്തി, അവസാനത്തെ ശബ്ദം, അവസാനത്തെ സങ്കേതം, അതിനെ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ശക്തി പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിൽ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അവസാന സാധ്യതകൾ പൊളിഞ്ഞു പോകുന്ന എല്ലാ സാധ്യതകളും യേശുവിൻ്റെ നാമത്തിൽ തെളിഞ്ഞു വരട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കാരുണ്യ സാഗരമേ, കാരുണ്യ സാഗരമേ
സ്വർഗീയ രാജനീശോ, സ്വർഗീയ രാജനീശോ, നിൻ മുൻപിൽ വന്നിടാ ഞാൻ. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ചിലർ അവസാനത്തെ ഒരു തരം ഒരു മെഡിക്കൽ സൊല്യൂഷനായിരിക്കും എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ മേഖലകളും മക്കളില്ലാത്തവർ വയറ്റിൽ കൈ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ശരീരത്തിൽ സിസ്റ്റുള്ളവരെ അവിടെ എല്ലാം കൈകൾ പൊത്തിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. തൈറോയിഡുകാർ, ടോൺസൈറ്റുകാർ, സ്പോണ്ടിലോസിസുകാരെല്ലാം കഴുത്തിൽ കൈ പൊത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. നടുവിന് വേദനയുള്ളവർ, കിഡ്നി രോഗികളും നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. PCODക്കാരെ പൊക്കിളിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഉദരരോഗികൾ ഊടിന് ഒപ്പം കൈവച്ച് പ്രാർത്ഥിക്കണം. ശ്വാസകോശ രോഗികൾ, കരൾ രോഗികൾ, പാൻക്രിയാസ് രോഗികൾ നെഞ്ചും കൊണ്ട് താഴെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഹൃദയരോഗികൾ, ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. ശിരസംബന്ധമായ ന്യൂറോ ട്രബിളുള്ളവർ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ശക്തമായി സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവശ്യിക്കുന്ന സമയമാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, 10,000-കണക്കിന് മനുഷ്യരാണ് ഉടമ്പടി എടുത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം ഏറ്റു പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുപ്രപോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ഇപ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ പ്രകടമായിക്കൊണ്ട് മരുന്ന് ലേവനമല്ല, ദൈവത്തിൻ്റെ ശക്തിയാൽ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്വർഗീയ രാജനീശോ, സ്വർഗീയ രാജനീശോ, നിൻ മുൻപിൽ വന്നിടാ ഞാൻ. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. രാജ്യം വിട്ടു പോയിരിക്കുന്നവരെ, വീട് വിട്ടു പോയിരിക്കുന്നവരെ, നാട് വിട്ടു പോയിരിക്കുന്നവരെ, ചിലപ്പോൾ പഠനകാര്യമാകാം, ചിലപ്പോൾ ജോലിക്കാര്യമാകാം, പല വിസ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റാത്തവരെ അവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. അവരെല്ലാം വന്നിരിക്കും മക്കളെ, എത്രയും വേഗം വന്നിരിക്കും. ഈ ആരാധനയിൽ കർത്താവ് പ്രവർത്തിക്കും. ഈശോയുടെ അമ്മ മധ്യസ്ഥം വഹിക്കുന്നതിൻ്റെ കുടുംബത്തിന് വേണ്ടി. നിൻ്റെ മനസ്സും നിൻ്റെ മക്കൾ ചിലപ്പോൾ നിൻ്റെ സ്നേഹം വിട്ടുപോയി കാണാം. ഒരു സ്നേഹവും കാണിക്കണില്ലാത്ത മക്കൾ അവർ നിന്നെ വിട്ടു പോയിരിക്കുകയാണ്. അവരൊക്കെ തിരിച്ചു വരും. നീ എന്തുമാത്രം കഷ്ടപ്പെട്ടതാ, നീ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്താണ്. ഇന്ന് അവർ പ്രത്യേക പ്രേമക്കുരുക്കിലും പ്രത്യേക ആന്തരികമായ അധമ ബന്ധങ്ങളിലൊക്കെ പെട്ട് അവരെ കുരുങ്ങിയിരിക്കുകയാണ്. ആ കുരുക്കെല്ലാം അഴിച്ചുകൊണ്ട് അമ്മ അവരെ തിരിച്ചു കൊണ്ടുവരും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. വിദേശ രാജ്യത്തെ സ്വദേശങ്ങളിലുമൊക്കെ അന്യായമായ തടങ്കലിൽ കിടക്കുന്നവർ, ന്യായമായ തടങ്കലിലാണെങ്കിൽ പോലും
അവിടെ ശിക്ഷയുടെ സമയം കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് സ്വാധീനമില്ല, പണമില്ല, ഇല്ലാത്തതുകൊണ്ട് ജീവിതം വിട്ടുപോയവർ, പലതരത്തിലുള്ള തെറ്റാണെന്നറിയാതെ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് നിയമത്തിൻ്റെ ശിക്ഷ മേടിച്ച് ജീവിതം കുരുങ്ങിപ്പോയവരെ യേശുവിൻ്റെ നാമത്തിൽ അവിടെ ബന്ധനങ്ങൾ അഴിയട്ടെ. സ്തുതിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യ സാഗരമേ, വാതിലുകൾ തുറന്ന് ജയിലറകൾ തുറന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന കാരുണ്യ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 പ്രളയങ്ങൾ, 2 കൊറോണ, 2 വർഷത്തെ കൊറോണ, ഇതെല്ലാം വന്ന് ജനങ്ങളുടെ സാമ്പത്തികമായി തകർന്ന് ബാങ്കിൻ്റെ പലിശ ഒരു വരുമാനം ഇല്ലാത്ത കാരണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ പാർലമെൻറ്റ് തീരുമാനം പോലും ബാങ്കിന് അനുകൂലമാണ്. ഇനി നിങ്ങൾ കോടതി പോകേണ്ട കാര്യമില്ല, ബാങ്കിന് നേരിട്ട് ജിപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക. നമ്മൾക്ക് ജനതങ്ങൾക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ ആരാധന കണ്ണീരിടണത്. കർത്താവ് നിൻ്റെ വിഷയത്തിൽ തീരുമാനമെടുക്കും, കർത്താവ് നിൻ്റെ കണ്ണീരിനെ ഏറ്റെടുക്കും എന്ന് ആഴമായ വിശ്വാസബോധ്യമുള്ളവരെ കൈവർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ പ്രത്യാശിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നീനച്ചുവാഴും നിൻ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നീനച്ചുവാഴും എന്നിലെഴുന്നള്ളണേ. സ്വർഗീയ രാജനീശോ, നിൻ മുൻപിൽ വന്നിതാ ഞാൻ. കാരുണ്യ സാഗരമേ, കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കണം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ മേൽ കൈനീട്ടിക്കൊണ്ട് കർത്താവിൻ്റെ വചനാഭിഷേകം ഉണ്ടാകാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ അങ്ങയുടെ അഭിഷിക്തനെ യേശുവേ നീ നോക്കി പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അങ്ങയുടെ അഭിഷിക്തനിലൂടെ പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ മേഖലകളിലെയും യേശുവേ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആഴ്ചയിൽ 3 സാക്ഷ്യങ്ങൾ, ഏതാണ്ട് ഒരേ ദൈവ മനസ്സ് വെളിപ്പെടുത്തുന്ന 3 സാക്ഷ്യങ്ങളുണ്ടായി. അത് 3 സാക്ഷ്യങ്ങളുടെ ഒരു നേച്ചർ പറയാം. സാക്ഷ്യങ്ങൾ ഈ ആഴ്ചയിൽ ഒത്തിരി ഉണ്ടായി. അതല്ല, ഞാൻ 3 സാക്ഷ്യങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ. ഏതാണ്ട് പെക്യുലറായിട്ടുള്ള ഒരേ നേച്ചർ കീപ്പ് ചെയ്യുന്ന ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് കണ്ണൂരാണ്. ക്രിസ്റ്റി ജോസഫിൻ്റെ സാക്ഷ്യമാണ്. ക്രിസ്റ്റി ജോസഫ് ചെറുപ്പക്കാരനാണ്. ക്രിസ്റ്റി ജോസഫിൻ്റെ സാക്ഷ്യം അയാൾ പറയണത്,
എനിക്ക് ദൈവം ഒരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല. ആ സാക്ഷ്യമാണ് എന്നെ വളരെ സ്പർശിച്ചത്. എനിക്ക് ദൈവം ഒരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അവിശ്വാസിയൊന്നുമല്ല, പക്ഷേ എനിക്ക് ദൈവമായിട്ട് പേഴ്സണൽ ബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു പേഴ്സണൽ ബന്ധം ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വാസ നിഷേധിയൊന്നുമല്ല. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ടതാണ്, എനിക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഒരു അവയർനെസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ വന്നല്ല അദ്ദേഹം പറയണത്. ഉടമ്പടി എടുത്തപ്പോൾ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അല്ലെങ്കിൽ വളരെ വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണിത്. ക്രിസ്റ്റി ജോസഫ് ഒരു മിടുക്കനായ ചെറുപ്പക്കാരനാണ്, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, നല്ല വിദ്യാഭ്യാസത്തിൽ കുതിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിനൊരു ഫ്ലോപ്പില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന് 90% മാർക്ക് എല്ലാത്തിലും കൂടുതലുള്ള ആളാണ്. അപ്പോൾ അയാൾ IELTS പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ താനിങ്ങനെ എല്ലാത്തിനും പോകുന്ന ആളാണ്. അയാൾ അത് കണ്ടൻ്റ് ആൻഡ് കോൺഫിഡൻ്റ് ആണ്. അതാണ് പ്രശ്നം. ദൈവത്തെ ഒരു ആവശ്യമില്ലാതെ തോന്നണത് മേ ബി എ ട്രാജഡി. നമ്മുടെ ഒരു ട്രാജഡി എന്ന് പറയണത് ദൈവത്തെ ഒരു ആവശ്യമില്ലാതെ തോന്നണത് തന്നെയാണ്. അതുതന്നെയാണ് ധനവാനെന്ന് പറയണത്. നമ്മൾ പറയുന്ന പണക്കാരനല്ല ധനവാൻ, ബൈബിളിലെ ധനവാൻ. ദൈവത്തെ ആവശ്യമില്ലാത്ത ഒരവസ്ഥ മാനസികമായി തോന്നുന്ന ആൾക്കാർ ധനവാന്മാരാണ്. അതിനാണ് പോർ സ്പിരിറ്റ് മത്തായി ശ്ലീഹ പറയണത്, ആത്മന ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് വെച്ചാൽ എനിക്കൊന്ന് വിരൽ ഞൊടിക്കണമെങ്കിൽ പോലും എൻ്റെ കർത്താവ് എന്നെ കനിയണമെന്ന് ചിന്തിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവരാണ് ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്ത് എനിക്കില്ലെങ്കിൽ ഞാൻ ദരിദ്രനാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ. അതാണ് ആധ്യാത്മികതയുടെ ആദ്യ സ്രോതസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവങ്ങളൊന്നാണ് റിജോയ്സ് ആൻഡ് ഹൗസ് ഇറ്റ് സ്വീറ്റ് വിത്ത് ദ ലോർഡ്. എന്ത് മധുരമുള്ളതാണ് കർത്താവെന്ന്. കർത്താവ് ബേസിക്കലായിട്ട് ദൈവത്തിൻ്റെ രുചി എന്താണ്? മധുരമാണ്. കവർപ്പല്ല, ചവർപ്പല്ല, കയ്പല്ല. The basic taste of Jesus is sweetness. The basic taste of Jesus is not bitterness. കയ്പല്ല, കവർപ്പല്ല, ചവർപ്പല്ല. ഇറ്റ് ഈസ് സ്വീറ്റ്നെസ്, മധുരമാണ്. ദാറ്റ് മീൻസ് ദൈവ പൈതലേ, നിൻ്റെ ജീവിതം ഇപ്പോഴും ഉറ്റവർ മരിച്ചു പോയ ഒരു അവസ്ഥയാകാം, അല്ലെങ്കിൽ കടങ്ങൾ വന്നിട്ട് ജപ്തി നടപടി വന്ന അവസ്ഥയാകാം. ഇപ്പം നിനക്കത് കയ്പായിട്ട് തോന്നും. പക്ഷെ നിൻ്റെ കയ്പുകൾ മധുരത്തിലേക്കുള്ള ഒരു സാധ്യതയാണ്. ഈ കയ്പിനെ ബേസിക്കായിട്ട് അവസാനം വന്ന് നിൽക്കണ എവിടെയായിരിക്കും? മധുരത്തിലായിരിക്കും. കാര്യം ബേസിക്കായിട്ട് കർത്താവ് മധുരമാണ്. ടേസ്റ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഈസ് ദ ലോർഡ് എന്ന് വെച്ചാൽ എത്ര മധുരമുള്ളതാണ് കർത്താവ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏത് കവർപ്പായാലും ചവർപ്പായാലും കയ്പായാലും അതെല്ലാം ക്രമേണ അവസാനിക്കാൻ പോണത് മധുരത്തിലായിരിക്കും. അതായത് സങ്കീർത്തനം 34:8 കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവൻ. ഇതിന് ചില ഇംഗ്ലീഷിൽ ആണ് ഞാൻ പറഞ്ഞത്. കർത്താവ് ഹൗ സ്വീറ്റ് ഇസ് ദ ലോർഡ്, ടേസ്റ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഇസ് ദ ലോർഡ്. അതായത് കർത്താവ് എത്ര മധുരമുള്ളവനാണെന്ന് രുചിച്ചറിയുവൻ. അതായത് നമ്മളെ കൃപാസനത്തിന് അൾത്താരയിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം വന്നാൽ, അതായത് നീ കവർപ്പോ ചവർപ്പോ കയ്പോ ഒക്കെയാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കൺവേർട്ട് ചെയ്ത് ഒടുവിൽ വരാൻ പോകുന്നത് മധുരത്തിലേക്കാണ്. കാരണം ബേസിക്കായിട്ട് ദൈവം മധുരമാണ്. മനസ്സിലായില്ലേ? അത് ഉറ്റവരുടെ മരണമായാലും നിൻ്റെ ജപ്തി നടപടിയായാലും പരീക്ഷയുടെ തോൽവിയായാലും നിൻ്റെ ജോലി നഷ്ടമായാലും ജപ്തി നടപടിയായാലും കറങ്ങിത്തിരിഞ്ഞ് ഇത് തിരിച്ച് മധുരത്തിലേക്ക് വരാൻ സാധ്യതയെന്ന് പറയുന്നത് അമ്മയാണ് നിന്റെ ജീവിതം മധുരിപ്പിക്കാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. കർത്താവ് തന്ന ഓൺലൈൻ വ്യാഖ്യാനമാണ്. എന്താണ്? ബേസിക്കായിട്ട് ദൈവം മധുരമുള്ളവരാണെന്ന് ഞാനും കേട്ടിട്ടില്ല. ഇപ്പോഴാണ് പരിശുദ്ധാത്മ പറയുമ്പോഴാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്നിട്ട് ആത്മാവ് എന്താ പറഞ്ഞിരിക്കണത്? നീ ഇപ്പോൾ കയ്പിലാണ് ജീവിക്കണത് വിചാരിച്ചോ, അല്ലെങ്കിൽ നീ ചവർപ്പിലോ കവർപ്പിലോ ആണ് ജീവിച്ചിരിക്കണത്. പക്ഷേ ഇത് ക്രമേണ വെയിറ്റ് ആൻഡ് സീ, നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്.
ബൈബിൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് വെയിറ്റ് ആൻഡ് സീ. വെയിറ്റ് ചെയ്യാൻ പറയും, അതായത് നീ കാത്തിരിക്കാൻ പറയും. കാത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ കാത്തിരിക്കുക, ദൈവസ്നേഹത്തിൽ കാത്തിരിക്കുക, പ്രത്യാശയിൽ കാത്തിരിക്കുക. 27 സങ്കീർത്തനം 14 തിരുവചനം. വായിച്ചോളൂ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ഏറ്റു പറഞ്ഞ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം കാത്തിരിക്കുക എന്ന് വെച്ചാൽ വിശ്വാസികളോട് ദൈവം പറയുന്ന ഒരു നടപടിക്രമമാണ്. വെയിറ്റ് ചെയ്യാൻ പറയും. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ ബി സിംസൺ എന്ന് പറഞ്ഞൊരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ചയുള്ള പി സിംസൺ കളിക്കവിള പാറശാലപ്പുറത്താണ്, കന്യാകുമാരിയില്ല. അത് ഭയങ്കര രസത്തെ ഡോക്ടർ CSI ആണ്. ഡോക്ടറുടെ അമ്മ പണ്ട് അക്രൈസ്തവയായിരുന്നു, പിന്നീട് CSI ആയതാണ്. പക്ഷേ CSI ആയതാണെങ്കിലും ഡോക്ടറും ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണെങ്കിലും ഡോക്ടറിൻ്റെ സാക്ഷ്യങ്ങൾ പറയണത് കേൾക്കാൻ നല്ല രസമാണ്. രസമല്ലേ അതായത് ഡോക്ടറിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങർക്ക് ഓൾ ഇന്ത്യ MD എൻട്രൻസ് എഴുതിയിരിക്കുക. ഓൾ ഇന്ത്യ MDയുടെ MBBS കഴിഞ്ഞു, MDക്കുള്ള മാസ്റ്റർ ഡിഗ്രിക്ക് വേണ്ടിയുള്ള എൻട്രൻസ് കഴിഞ്ഞു. അപ്പോൾ എൻട്രൻസ് കഴിഞ്ഞെങ്കിലും പുള്ളിക്കാരൻ ഭയങ്കര ഇൻ്റലിജൻ്റാണ്, നല്ല സ്കോർ ചെയ്യുന്ന ആളാണ്, നല്ല കോൺഫിഡൻസൊക്കെ ഉള്ള ആളാണ്. അതിൻ്റെ പേരിൽ പേഴ്സണൽ കോൺഫിഡൻസ് ഉള്ള ആളാണ്. ദാറ്റ് മീൻസ് ഉടമ്പടി ഭാഷയെ പറഞ്ഞാൽ മെരിറ്റുള്ള ആളാണെന്നാണ്. ഉടമ്പടി എപ്പോഴും നോക്കുന്നത്, ഉടമ്പടിനെ ഈ നമ്മുടെ കപ്പാസിറ്റിയും നോൺ കപ്പാസിറ്റിയും അളക്കുന്നത് 2 വാക്കിലാണ്, മെറിറ്റ് ആൻഡ് ഗ്രേസിലാണ് പറയണത് എപ്പോഴും. ദാറ്റ് മീൻസ് ഹീസ് എ മെറിറ്റോറിയസ് മാൻ. അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ ഒരു കോളേജിൽ കിട്ടി, MD അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് പ്രൈവറ്റാണ്. പ്രൈവറ്റായപ്പോൾ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരൊക്കെ പറഞ്ഞു, ബന്ധുക്കളൊക്കെ പറഞ്ഞ് പ്രൈവറ്റെങ്കിൽ പ്രൈവറ്റ്, കിട്ടിയതിന് പോകുന്നതല്ലേ ബുദ്ധി എന്ന് ചോദിക്കും. അപ്പോഴേ ഇവരുടെ ഈ ഡോക്ടറിൻ്റെ അമ്മ പറയും, നമ്മളെ അങ്ങനെയല്ല, നമ്മൾ ഉടമ്പടി എടുത്തതല്ലേ, അപ്പോൾ അമ്മ ഇതിനേക്കാൾ മെച്ചമായ കാര്യങ്ങൾ നമുക്ക് തരും. ആ സാക്ഷ്യത്തിൻ്റെ സഞ്ചാരം ഭയങ്കര രസമാണ് പോണത് കേൾക്കാൻ. ചില ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറിനും ഉണ്ട് ആഗ്രഹം. കാര്യം പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും 1 കോടി 1.25 കോടി രൂപ വരും, ചിലവൊക്കെ വരും. അപ്പോൾ നല്ല ബാങ്ക് പലിശയൊക്കെ വരും ശരിക്കും. പക്ഷേ എങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാൻ, മുന്നോട്ട് പോകണമെങ്കിൽ അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. 30-40 വയസ്സുള്ളപ്പോഴൊക്കെ കടമൊക്കെ തീരത്തുള്ളൂ ചിലപ്പോഴേ. പക്ഷേ എങ്കിലും ഹയർ സ്റ്റഡി ചെയ്യാതിരിക്കാൻ അവിടെ പിടിച്ചു നിൽപ്പില്ല MBBSകാർക്ക്. പക്ഷേ എടുക്കുക. പക്ഷേ അമ്മ പറയും, നോ, നമ്മൾ ഉടമ്പടി എടുത്തതാണ്, അമ്മ മാതാവ് നമുക്ക് തരും, അമ്മ മാതാവ് ഇതിനൊക്കെ ബെറ്റർ ഓപ്ഷൻ തരും. അതാണൊരു വിശ്വാസം എന്ന് പറയണത്. കാത്തിരിക്കാൻ പറഞ്ഞില്ലേ, 27 സങ്കീർത്തനത്തിൽ പറഞ്ഞില്ലേ, കാത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റേറ്റീവ് അപ്ഡേഷനാണത്. ഉടമ്പടി എടുക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ഗുണനിലവാരമുള്ള ഒരു അപ്ഡേഷൻ സംഭവിക്കും. ചിലർക്കത് വല്ലാണ്ടങ്ങ് സംഭവിക്കും. ചിലർ ഇങ്ങനെ ഒരു മരക്കഴുത പോലെ എടുക്കാത്തതൊക്കെ കണക്കാണെന്ന് പറഞ്ഞ് നടക്കും. പക്ഷെ ചിലർക്ക് ക്ലെയിമുണ്ട്, അവർക്ക് ക്ലെയിം വെച്ച് കളിക്കാനറിയാം. അവരമ്മ പറഞ്ഞു, നോ, നമ്മളെ പ്രൈവറ്റിൽ പോകേണ്ട കാര്യമല്ല, നമുക്ക് ക്ലെയിമുണ്ട്. നമ്മുടെ ക്ലെയിം എന്താ? ഉടമ്പടി എടുത്തിരിക്കുന്നതാണ്. ഷീസ് നോട്ട് എ കാത്തലിക്, ഷീസ് CSI, റിട്ടേൺ ഫ്രം ദി ഹിന്ദു കമ്മ്യൂണിറ്റി. പക്ഷേ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ, അവരുടെ നിക്ഷേപം എന്താണ്? നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടി എടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനേക്കാൾ മെച്ചമായ ഓപ്ഷൻ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലേട്ട് കൊള്ളാത്ത രീതിയിൽ അമ്മ മാതാവ് നമുക്ക് ചെയ്തു തരും. ഉടമ്പടി അപ്പോൾ എന്തുമാത്രം ഗൗരവമായിട്ട് കാണുന്നു. ഒരു ഗവൺമെൻറ്റുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന പോലെ കോൺക്രീറ്റായിട്ട് ഉടമ്പടി കാണുന്നു, അല്ല ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള കാണുന്നത്. ഒക്കട്ടെ, ഒക്കുമായിരിക്കും, ഒത്താൽ കൊള്ളാം, അങ്ങനെയുള്ള ഹൈപ്പോത്തറ്റിക്കലല്ല.
ഇത് ഒരു കോൺക്രീറ്റ്, ഒരു പേഴ്സൺ ടു പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആയിട്ട് കോൺക്രീറ്റായിട്ട് കാണുകയാണ്. എന്നിട്ട് ഇവർ പറഞ്ഞ് നമുക്ക് ആരാധന എന്ത് പറയണമെന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞ്. മനസ്സിലായില്ലേ? ഇന്നത്തെ ആരാധനയിൽ പരിശുദ്ധാത്മാവ് എന്താ പറയണത്? ആരാധനയെ അവർ കാണുന്നത് ഒരു പ്രോഗ്രാമായിട്ടല്ല, ദൈവം സംസാരിക്കുന്ന അവരുടെ ജീവിതത്തോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അത് തന്നെ ഈ കൃപാസനത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ബൈബിളിൽ എന്തിനാണ് കൃപാസനം സ്ഥാപിക്കണത്? കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ജനതയോട് സംസാരിക്കുമെന്നാണ് പറഞ്ഞത് ദൈവം. നമ്മൾ 25 വായിക്കുമ്പോൾ കൃപാസനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ജനതയോട് സംസാരിക്കുമെന്ന്. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ ആ ധ്യാനത്തിലാണ് വെയിറ്റ് എന്ന് പറയണത്. ആ ധ്യാനത്തിൽ ഞാൻ അങ്ങനെ അറിയത്തില്ല, എനിക്കറിയത്തില്ല, എനിക്ക് കർത്താവ് തരണ അനുസരിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ തന്നെ വെയിറ്റ് എന്ന് പറയണത്, വെയിറ്റ്. അപ്പോൾ ഡോക്ടറിനോട് പറയും വെയിറ്റ് എന്ന് ഈശോ പറഞ്ഞല്ലോ, അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മൾക്ക് പ്രൈവറ്റ് കോളേജിൽ നമ്മൾ പോകത്തില്ല, വെയിറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ആരാധന എടുത്ത മെസ്സേജാണത്. അതാണ് ഈ വിഷയത്തെ എന്തുമാത്രം യാഥാർത്ഥ്യമായി പേഴ്സണൽ കമ്മ്യൂണിക്കേഷനായിട്ട് ആൾക്കാർ അങ്ങനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം, നീതിമാനെ സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലം എന്ന വചനത്തിലില്ലേ? അതായത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ ഇപ്പോൾ ദിവ്യകുർബാനയിൽ ഈശോ ജീവനോട് എഴുന്നള്ളിയിരിക്കുന്നു, അല്ലെങ്കിൽ തിരുവോസ്തി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വിഷയമാണ്. പക്ഷേ ഈശോ ജീവനോട് ദിവ്യകുർബാന എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടുന്ന് ഈശോനെ കൊണ്ട് പോണത്. അല്ലാതെ തിരുവോസ്തി രൂപനാണ് ആനകൂന എന്നൊക്കെ പറഞ്ഞ് ഈ ബോധമില്ലാത്തവന്മാർ പാടത്തില്ലേ? അതൊന്നും അങ്ങനെ പാട്ടുകാരൊന്നും കൊണ്ടുപോകത്തില്ല. അവർക്കറിയാം ദിസ് ഇസ് ജീസസ്, ദാറ്റ് ഇസ് ലോഡ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ എഫിക്കസി ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, അത് കർത്താവാണെന്ന് യോഹന്നാൻ പറഞ്ഞു. പക്ഷേ കർത്താവിൻ്റെ സഭയെ നോക്കി പാർക്കാനുള്ള അധികാരാവകാശങ്ങൾ കിട്ടിയത് പറഞ്ഞ ആൾക്കല്ലല്ലോ, ചെയ്ത ആൾക്കല്ലേ. അത് കേട്ട് വെള്ളത്തിലേക്ക് ചാടിയ പത്രോസിനല്ലേ. ഇതുപോലെ ഒരു വിഷയം ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറഞ്ഞതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുകയുള്ളൂ. വീട്ടിലിരുത്തുകാരെക്കുറിച്ചും കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു അല്ലേ? ലാസറിൻ്റെ പെങ്ങളെ മറിയം വീട്ടിൽ തന്നെ ഇരുന്ന് മാർത്തായോട് ഈശോ പുനരുദ്ധാനത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. അതായത് ചൊല്ലണവർക്കല്ല, ചെയ്യുന്നവർക്കാണ് ഉടമ്പടിയുടെ സാകല്യം ലഭിക്കുന്നത്. ഡോക്ടറും അമ്മയും വെയിറ്റ് ചെയ്യാൻ എന്താണ് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ? ഗവൺമെൻറ് സീറ്റിൽ വരും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആകും. പണച്ചുരുക്കം, കുറച്ച് ചിലവ് കുറഞ്ഞ് അവർക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ വെയിറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ അഡ്മിഷൻ മേടിച്ച് കയറി പോകുമ്പോഴേ വെയിറ്റ് ചെയ്യേണ്ടത് ഒരു റിസ്ക്കാണ് ശരിക്കും. അതാണ് വിശ്വാസത്തിൽ എടുക്കുന്ന റിസ്ക്കാണത് അവരെടുക്കുന്നത്. പക്ഷേ റിസ്ക് അധിക സമയം എടുക്കേണ്ടി വന്നില്ല. ഒരിക്കലുമില്ലാത്ത രീതിയിൽ മാതാവ് ഒരു പുതിയ വാതിൽ തുറന്നു കൊടുക്കും. ഇപ്പോൾ ബൈബിളിൽ പറയത്തില്ലേ, ഞാനൊരു പുതിയ കാര്യം ചെയ്യുമെന്ന് പറയത്തില്ലേ? ഐസയ്യ 43:19 ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. പറഞ്ഞേ, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജന പ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. അപ്പോൾ വാഗ്ദാനമാണത്, പ്രോമിസാണ്, ഉടമ്പടിയുടെ ഭാഗമാണ്. ഉടമ്പടിയുടെ ഒരു നമ്മൾ ആശ്രയം വെക്കുന്ന ക്ലെയിമാണ്. എന്താണ്? 43:19 ഒന്ന് പറഞ്ഞു, ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, ഇത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജന പ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. രണ്ടും മനുഷ്യനെ ക്ലേശകരമായ കാര്യമാണ്. എന്താണ്? വിജനപ്രദേശത്ത് 10,000-കണക്കിന്
ഏക്കർ സ്ഥലത്ത് ഒരു പാത വെട്ടുക ക്ലേശകരമാണ്. പിന്നെന്താണ്? മരുഭൂമിയിൽ നദികൾ. അപ്പോൾ ജീവിതത്തിൽ ഒട്ടും നടക്കത്തില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ദൈവം പുതിയ വഴികൾ, പുതിയ കാര്യങ്ങൾ ചെയ്യും. ഇത് നമ്മളുടെ അവകാശമാണ്. എന്താ കാര്യം? അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി ആശ്രയം വെക്കണ എവിടെയാണ്? വാഗ്ദാനങ്ങളിലാണ്. ആ വാഗ്ദാനങ്ങൾ ഒന്നെന്താണ്? ഒരു പുതിയ കാര്യമാണ്, അന്നുവരെ നടക്കാത്തത് കാര്യം. അന്നുവരെ നടക്കാത്തൊരു കാര്യം ഡോക്ടർ ബി സിംസൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ MDക്ക് കോൾ ഫോർ ചെയ്യും. അപ്പം നിങ്ങൾ ചോദിക്കും, പണ്ടങ്ങനെ ഇല്ലായിരുന്നോ? പണ്ടങ്ങനെ ഇല്ലായിരുന്നോ? പണ്ട് നിയമം, വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിയമം എന്ന് പറയണത് മൈനോറിറ്റി കോളേജിൽ 2 കൊല്ലം പഠിപ്പിച്ചവർക്ക് മാത്രമേ MDക്ക് സീറ്റ് കിട്ടത്തുള്ളൂ. അതാണ് നിയമം. അതുകൊണ്ട് ഫ്രഷ് ഹാൻഡ്സ് എല്ലാം പോകും, പുറത്ത് പോകും. പഴയ നിയമം അനുസരിച്ച് മൈനോറിറ്റി കോളേജിൽ 2 കൊല്ലം പഠിപ്പിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പെട്ടെന്നാണ് ഈ നിയമം എടുത്ത് മാറിയത്. പുതിയ കാര്യം, ഒരു പുതിയ കാര്യം എന്നെ കണ്ടില്ല. നിയമങ്ങൾ മാറ്റിക്കൊണ്ട് മരുഭൂമിയെ നീർച്ചാലായിട്ടും അതുപോലെ തന്നെ വിജനപ്രദേശത്ത് പുതിയ പാതയുമായിട്ടും പുതിയ കാര്യം എന്നത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇത് ആരുടെ വാഗ്ദാനമാണ്? ഈ വാഗ്ദാനം ആരാ പ്രാപിക്കണത്? ഡോക്ടറിൻ്റെ മദറാണ്. എന്താ പറയണത്? കർത്താവ് ഇപ്പോൾ സംസാരിക്കും, നമ്മൾ വെയിറ്റ് ചെയ്യും. അതായത് എന്താ നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടറിൻ്റെ അമ്മ എന്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറയണത്? അത് അവർ മുളയെടുക്കണത് അറിയുന്നുണ്ട്. ചോദ്യം കേട്ടില്ലേ? നമ്മൾ 43 എന്താ പറയുക 19 എന്താ പറയുക? ഐസയ ഒരു പുതിയ കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ ഡോക്ടറിൻ്റെ അമ്മ അത് കർത്താവ് എന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് സെൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഉടമ്പടി എടുത്തിട്ടും ഓരോ കാര്യവും ഭയങ്കര കഷ്ടപ്പെട്ടാണല്ലോ നടക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുത്തില്ലെങ്കിൽ കഷ്ടപ്പെടാൻ പോലും കർത്താവ് പറയത്തില്ലായിരുന്നു നിന്നോട്. മനസ്സിലായില്ലേ? ആകെ ഉടമ്പടിയാണ് അവരുടെ കാര്യം. കല്യാണം, മക്കളുണ്ടാകുന്ന കേസ്, വസ്തു വിൽപ്പന, വസ്തു വാങ്ങൽ. ഇപ്പം ചിലർ വന്ന് എന്നോട് ഈ കുറേ നാളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരു പരിചയം ഉണ്ടാവില്ല അച്ഛനുമായിട്ട്. അപ്പോൾ അവർ ആ അധികാരത്തിൽ ചോദിക്കും, ഉടമ്പടി എടുത്തിട്ടും കുറേ കഷ്ടപ്പെട്ടാണല്ലോ അച്ഛാ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചു പറയും, ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഉടമ്പടി എടുക്കാതിരുന്നെങ്കിൽ കാര്യങ്ങളേ നടക്കത്തില്ല. പക്ഷേ വേറൊരു വിഷയം ഇതിൻ്റെ അകത്തുണ്ട്. കഷ്ടപ്പെടുമ്പോൾ ഓർക്കണേ, കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ആരാണ് കഷ്ടപ്പെടുന്നത്? യു അല്ലേ? നിങ്ങളല്ലേ കഷ്ടപ്പെടുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? മെരിട്ടെന്നല്ല എൻ്റെ അർത്ഥം. ഇത് മെരിറ്റിൽ നിന്ന് ഈ വിഷയം ഈശോ തെറിപ്പിച്ച് കളയുകയാണ്. നോട്ട് ബൈ മെരിറ്റിൽ നിന്ന് കർത്താവ് അത് മാറ്റുകയാണ്. ഇപ്പോൾ ഈ ഡോക്ടറുടെ കേസ് കണ്ട വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കോൾ ഫോർ ചെയ്തു. പക്ഷേ 2 ദിവസമേ ഉള്ളൂ ആപ്ലിക്കേഷന്. ഇവരറിയണത് 2 ദിവസമാണ് ഉള്ളത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ ടെൻഷനായില്ലേ? ടെൻഷൻ പിന്നെ അവർ കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇത് ടെൻഷൻ കൂടും കുറച്ച് കഴിയുമ്പോൾ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ കല്യാണമായാലും സ്ഥലമെടുപ്പായാലും നിങ്ങളുടെ പരീക്ഷ ആയാലും ചിലത് നേരെ സോറി സെറ്റ് ടു ദി ടെൻഷൻ എന്ന് പറഞ്ഞ പോലെ ടെൻഷനിലേക്കാണ് സാധനം പോണത്. അതിൻ്റെ അർത്ഥം അപ്പത്തന്നെ നിങ്ങൾക്ക് വിവേചിക്കാൻ കഴിയണം. എന്താണ്? ഇത് മെരിറ്റിലല്ല നടക്കാൻ പോണത്, ഗ്രേസിലാണ്. മെരിറ്റിൽ ഇത് നടക്കുന്നത്, യോഗ്യതയിൽ നടക്കത്തില്ല. ഇത് കർത്താവ് പൂർണ്ണമായിട്ട് വിഷയം ഏറ്റെടുക്കുമ്പോഴാണ് നമ്മളെ ടെൻഷൻ പിടിപ്പിക്കുന്നത്. കാര്യം മാനുഷ്യമായിട്ട് നിൻ്റെ ക്ലെയിം എല്ലാം കട്ട് ചെയ്ത് കളയും. എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ ബുദ്ധി കൊണ്ടാണ്, എൻ്റെ സ്വാധീനം കൊണ്ടാണ്, റെക്കമെൻഡേഷൻ കൊണ്ടാണ്, ആനയാണ് കൂരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ കർത്താവിനെ എന്നിത് മാറ്റത്തില്ലേ? പിശാച് ഒരിക്കലും ദൈവം മഹത്വപ്പെടുന്നത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിന്നോട് പറയും, ബന്ധുക്കൾ പറഞ്ഞിട്ടാണ്, ഗവൺമെൻറ് നിയമം മാറ്റിയിട്ടാണ് ആനയുടെ കൂരാന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ ആ മഹത്വം എടുത്തിട്ട് പണ്ട് മുതലേ ഉള്ളതാണ് പിശാചിന് മഹത്വത്തിൻ്റെ കൈമാറ്റം. മഹത്വത്തിൻ്റെ കൈമാറ്റം എപ്പോഴും നമ്മൾ വിശ്വാസികൾ വളരെ ഇൻ്റലിജൻ്റായിട്ട് നോക്കേണ്ട ഒരു അപകട മേഖലയാണ്. ബെർമൂഡ
ആധ്യാത്മിക ലോകത്തുള്ള ഒരു ബെർമുഡ ട്രയാങ്കിളാണ്. എന്നുവെച്ചാൽ മഹത്വത്തിൻ്റെ കൈമാറ്റം. എന്നുവെച്ചാൽ മഹത്വത്തിൻ്റെ കൈമാറ്റം എന്ന് പറയണത് ദൈവത്തിന് കിട്ടേണ്ട മഹത്വം തന്ത്രപരമായിട്ട് പിശാച് അടിച്ചു മാറ്റുകയോ മനുഷ്യന് അധികാര സ്ഥാനങ്ങളിൽ ചാർത്തി കൊടുക്കുകയോ ചെയ്തിട്ട് നിന്നെ ദൈവത്തിൽ നകറ്റും. ഇതാണ് മഹത്വത്തിൻ്റെ കൈമാറ്റം എന്ന് പറയണത്. അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പിന്തിരിപ്പൻ ആധ്യാത്മികതയാണ്. അതായത് മഹത്വത്തിൻ്റെ കൈമാറ്റം. അത് ബൈബിളിലുണ്ട് അതിനെക്കുറിച്ച്. അതായത് മനുഷ്യൻ ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം അവർ കന്നുകാലികൾക്കും പറവകൾക്കും കൊടുത്തെന്ന് പൗൾ പറയുന്നില്ലേ നമ്മുടെ നടപടി പുസ്തകത്തിൽ, റോമാലേഖനത്തിൽ? റോമാലേഖനത്തിൽ 1-ാം അധ്യായം 23-ാം തിരുവചനം. അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞ് അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. മഹത്വത്തിന്റെ കൈമാറ്റം എന്നുവെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സാത്താൻ അടിച്ചു മാറ്റിയിട്ട് അതിന് എതിർ ശക്തികൾക്ക് കൈമാറും. എന്നിട്ട് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയും. ചിലപ്പോൾ നീ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പറയും, ഓ പിന്നെ ഞാൻ കാനഡയിൽ പോയത്, ഇപ്പം നീ സാക്ഷിയൊക്കെ പറയും, ദൈവം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അവിടെ എത്തപ്പെടാൻ പറ്റത്തില്ല, ഞാൻ അത്രയ്ക്ക് മോശം റിസൾട്ടായിരുന്നു. 6 മാസം കഴിയുമ്പോൾ നീ പറയും, ഓ എത്രയോ പേരാണ് എത്തിയത്, അതുപോലെ ഞാനും എത്തി. കണ്ട മഹത്വത്തിൻ്റെ കൈമാറ്റം തന്നെ കണ്ട. ഇതിൻ്റെ ഒരു പൊട്ടത്തരം എന്ന് പറയണത്, നീ ഇങ്ങനെ നാളെ മഹത്വം കൈമാറും, അയോഗ്യമായ കരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ നീ കൈമാറ്റുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. അത് കാരണം പലപ്പോഴും നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലാഗ് ചെയ്തുകൊണ്ടേയിരിക്കും. മനുഷ്യനെ അനുദപിക്കേണ്ട ഒരു മേഖലയാണ് അത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എന്തെല്ലാം പ്രതികൂലമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും നീയായിട്ട് എനിക്ക് നൽകിയ ഉയർച്ച എന്റെ മരണം വരെ ഞാൻ വേറെ ആർക്കും കൈമാറിക്കൊണ്ട് നിന്നെ അപമാനിക്കുകയോ നിന്റെ മഹത്വത്തിന് മങ്ങലേൽപ്പിക്കുകയില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്റെ നാമത്തെ മാത്രം മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. അപ്പം ഇവിടെ ഡോക്ടർ സാഹചര്യം ചൂടുപിടിക്കുകയാണ്. നിങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഓർക്കുക, ഇത് നിങ്ങളുടെ മെറിറ്റിലല്ല നടക്കാൻ പോകുന്നത്, ദൈവത്തിൻ്റെ കൃപയിലാണ് നടക്കാൻ പോകുന്നത്. ഇത് വിവേചിക്കാനുള്ള കഴിവുണ്ടാകണം ഉടമ്പടിക്കാർക്ക്. ഇവിടെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 ദിവസമേ ഉള്ളൂ. എവിടെ വെല്ലൂർ അഡ്മിഷൻ കൊടുക്കണേ, ആപ്ലിക്കേഷൻ വെക്കാൻ 2 ദിവസമേ ഉള്ളൂ. ഡോക്ടർ ഇത് അറിയണേ എപ്പോഴാണെന്ന് അറിയാവോ? ശനിയാഴ്ച വൈകുന്നേരമാണ് അറിയണത്. അപ്പോൾ നോ ടൈം. ഞായറാഴ്ച അല്ലേ, പിന്നെ ഓഫല്ലേ, ജാതി സർട്ടിഫിക്കറ്റ് വേണം. ഡോക്ടർ മൈനോട്ടിലുള്ള ആളാണെന്ന് വെല്ലൂരിന് ജാതി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ എപ്പോൾ കിട്ടും ജാതി സർട്ടിഫിക്കറ്റ്? തിങ്കളാഴ്ചയേ ഉള്ളൂ. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പ് ആപ്ലിക്കേഷൻ, ഈ ജാതി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ വില്ലേജ് ഓഫീസിൻ്റെ കത്ത് വാങ്ങിച്ച് തഹസിൽദാരിൽ കൊണ്ടേ കൊടുത്തിട്ട്
അവിടുന്ന് ഇങ്ങനെ തീ പാർന്ന പോലുള്ളൊരു ഓട്ടമാണ് ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ആ ഓട്ടം എന്ന് പറയണതിലേ. ചിലപ്പോൾ വില്ലേജ് ഓഫീസറെ കാണത്തില്ല, ചിലപ്പോൾ ക്ലർക്ക് കാണത്തില്ല, ചിലപ്പോൾ പിയൂൺ കാണത്തില്ല, ചിലപ്പോൾ സിയിലുള്ള ആൾ പിയൂണല്ലേ, സിയും കാണത്തില്ല. തീർന്നില്ലേ? നിസ്സാരമല്ലല്ലോ ഈ വിഷയം. അപ്പോൾ ഇതെല്ലാം പ്രെയർ ചെയ്യാതെ ആൾക്കാർ ഒന്നും അറസ്റ്റ് ചെയ്ത് അവിടെ പൊസിഷനിൽ വെക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് ഇത് മുഴുവനും മെറിറ്റ് എന്നും പോയി. പിന്നെ എന്താണ് ഈ വിഷയം കൺവേർട്ട് ചെയ്ത് ഗ്രേസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗ്രേസിലേക്ക് യോഗ്യത കൊണ്ടല്ല, കൃപ കൊണ്ടാണെന്നുള്ള ആ ഫോർമാറ്റ് കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നീ ചൂട് പിടിക്കണത്. ചൂട് പിടിച്ച പക്ഷേ കർത്താവ് ഒരു പണി ചെയ്യും. ഇത് കാവലുണ്ടാവും. ദൈവം തന്നിട്ടുള്ളതാണെങ്കിൽ ഒരു തഹസിൽദാരും ഒരിടത്തും പോകത്തില്ല. നിൻ്റെ ടൈം ദൈവം സംരക്ഷിക്കും, നിൻ്റെ ജോലി ദൈവം സംരക്ഷിക്കും. കറക്റ്റ് 4:45 ജാതി സർട്ടിഫിക്കറ്റ് എടുത്ത് കൈ കൊടുക്കും. പിന്നെ ഉള്ളത് 15 മിനിറ്റാണ്. ഇനി നെറ്റില്ലെങ്കിൽ പ്രശ്നമാണ്. എൻ്റെ ഇടയ്ക്ക് നെറ്റും പോവില്ല ഈ കറക്റ്റ് ടൈമിന്. അപ്പോൾ അതിനുള്ളിൽ എന്തുമാത്രം ചക്രശ്വാസം വലിച്ചു കാണാം. ഈ ചക്രശ്വാസം വലിക്കണമല്ല പ്രശ്നം, അതൊക്കെ പ്രാർത്ഥന വലിയാക്കി ചേഞ്ച് ചെയ്യാൻ പഠിക്കണം. അപ്പം നമ്മൾ അപ്പോൾ തന്നെ പൂർണ്ണമായിട്ടും ദൈവമേ നോട്ട് ബൈ മെറിറ്റാണിത് വർക്ക് ചെയ്യണമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപയാണെന്ന്. അപ്പോൾ 4:55 ഡോക്ടറിന് തിരിച്ച് ഇമെയിൽ വരും. എന്താണ്? നിങ്ങളുടെ ആപ്ലിക്കേഷൻ ടേക്കപ്പ് ചെയ്തു. 5 മിനിറ്റിൻ്റെ വ്യത്യാസം. അത് കൈയിടിച്ച് കിടത്താൻ ജീവിത വിഷയങ്ങളിലും സമയബന്ധിതമായി ഇടപെടണമേ. കൃപയാലുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലുദിനവും ബലഹീനതയിൽ ബലമേ ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലുദിനവും കൃപയാ